അതുപോലെ തന്നെ ഇപ്പോൾ നിരന്തരം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് പരിസ്ഥിതി, എൻവയൺമെന്റ് ആൻഡ് എക്കോളജി. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷ് സേതുമാധവനാണ്. സയൻസ് വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം, PSC മുൻനിർത്തി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതിന് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സയൻസ് വിഷയങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അഥവാ ബയോളജി വിഷയങ്ങളെ ഏത് രീതിയിൽ സമീപിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ സാധിക്കുക? അപ്പൊ നമ്മുടെ എൻട്രിക്കകത്തെ സെഷൻസിലും അതുപോലെ യൂട്യൂബിലെ ലൈവ് സെഷൻസിലും ഒക്കെ വരുന്ന സമയത്ത് നിരന്തരം നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ സയൻസിന്റെ ടച്ച് വിട്ടുപോയവരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങൾ എടുത്തിട്ട് വഴിതിരിഞ്ഞു പോയ, മറ്റു പല ജോലികൾ ചെയ്ത് പിന്നീട് സയൻസ് ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ചില ആളുകൾ, ഒരുപാട് പേർ, ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ നിരന്തരമുള്ള സംശയമാണ് എങ്ങനെയാണ് സയൻസ് വിഷയങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഗ്രിപ്പ് വീണ്ടെടുക്കുക, എങ്ങനെയാണ് PSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ സയൻസ് വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, സയൻസ് വിഷയങ്ങളുമായിട്ട് ആ ടച്ചേ വിട്ടുപോയ ആളുകൾ, അവരെന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ മറ്റുദ്യോഗാർത്ഥികൾ, അവര് നമ്മൾ സ്കൂളിൽ ചിലപ്പോൾ +2-ലോ അതിനുശേഷമോ ഒക്കെ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടി സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ വേണ്ടി പഠിച്ച സയൻസ് പോലെയല്ല. കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടി നമ്മളൊരു MCQ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സയൻസ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് സയൻസിനെ സമീപിക്കേണ്ടത്, അതിൽ തന്നെ മുൻപ് പഠിച്ചിരുന്നതിൽ നിന്ന് ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്, നിലവിലുള്ള ചോദ്യപേപ്പർ രീതിയിൽ പുതിയ ട്രെൻഡ് എന്താണ്, ദ ന്യൂ ട്രെൻഡ്സ് ഇൻ കേരള PSC സയൻസ്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകളെ മുൻനിർത്തിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ചോദ്യപേപ്പർ രീതികളിൽ വന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ്. ഇതിനകത്ത് പണ്ട് നിങ്ങളുടെ മുതിർന്നവർ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും രക്ഷിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ മുതിർന്ന ആരെങ്കിലും ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക. അവര് പരീക്ഷ എഴുതിയ കാലഘട്ടത്തിൽ ഒരു 10-15 വർഷം മുമ്പെങ്കിലും ആ കാലഘട്ടത്തിൽ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കണമായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഉപകരണങ്ങൾ അത് കണ്ടുപിടിച്ചതാര്, ടെലിഫോൺ കണ്ടുപിടിച്ചതാര്, ടെലിവിഷൻ കണ്ടുപിടിച്ചതാര്, എക്സ്റേ കണ്ടുപിടിച്ചതാര്, ഇങ്ങനെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചതാര് എന്നിങ്ങനെ ഓരോ വസ്തുക്കൾ വലിയൊരു പട്ടികയാണ്. വലിയൊരു അറ്റമില്ലാത്തൊരു പട്ടികയിൽ ഓരോന്നും കണ്ടുപിടിച്ചതാര് എന്നിങ്ങനെ ഹൂ ഡിസ്കവേർഡ് X, ഹൂ ഡിസ്കവേർഡ് Y, ഹൂ ഡിസ്കവേർഡ് Z എന്നിങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറേ കാണാതെ പഠിക്കണം. അപ്പൊ കാണാതെ പഠിക്കുന്നതിൽ സ്കില്ലുള്ള ആളുകൾ നന്നായിട്ട് സ്കോർ ചെയ്തു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ തന്നെ മറ്റ് ടൈപ്പ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഈ പറയുന്ന വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത്, ബലത്തിന്റെ യൂണിറ്റ് എന്ത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് X, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് Y എന്നിങ്ങനെ ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു PSC ചോദിച്ചിരുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദേ ഫോക്കസസ് ഓൺ റോട്ട് മെമ്മറൈസേഷൻ. എന്താ, കാണാതെ പഠിക്കലിൽ ഊന്നി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് അതിലൊരുപാട് മാറ്റം വന്നു. ഒറ്റ വാക്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വൺ വേർഡ് ഓപ്ഷൻസ് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒരു വൺ വേർഡ് തിരഞ്ഞെടുത്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോ സയൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പറയുമ്പോൾ ഒരിക്കലും ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ സയൻസ് പോലെ ഒരു സബ്ജക്റ്റിന് നല്ലതല്ല. കാരണം അവിടെ ഒട്ടും സയൻസ് പഠിക്കുന്നില്ല, പകരം കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാണാതെ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സയൻസിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ പുതിയ ചോദ്യപേപ്പർ രീതി വളരെ അടിപൊളിയാണ് എന്ന് പറയേണ്ടി വരും. വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് ആളുകൾക്ക് നെറ്റി ചുളിയും. മറ്റേതാവുമ്പോൾ വൺ വേർഡ് എന്ന് സെലക്ട് ചെയ്താൽ പോരെ. ഇത് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചെടുക്കുമ്പോഴേ കഷ്ടപ്പാടാണ്. നോക്കൂ, ഈ വൺ വേർഡ് നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു തവണ കൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പരീക്ഷകൾക്ക് വേണമെങ്കിലും അതേ ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതേപോലെയുള്ള കൺസെപ്റ്റിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. കാണാതെ പഠിച്ചത് ഒരു പരീക്ഷ കഴിഞ്ഞാൽ മറന്നുപോകും. അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും ആദ്യം മുതൽ ഇതിരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ ആ ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും.
എലിമിനേഷൻ മെത്തേഡ് തുടങ്ങി പലതരം മെത്തേഡുകളുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്. അത് നമ്മളൊരു പ്രത്യേകം എങ്ങനെ ചോദ്യപേപ്പറുകളെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്യും. ചോദ്യപേപ്പറിന്റെ രീതി മാറിയിരിക്കുന്നത്. what is the current trend? കൺസെപ്ച്വൽ ഡെപ്ത്. സയൻസ് പഠിക്കുമ്പോൾ ഡെപ്ത് ആയിട്ട് ആ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് പുതിയ ചോദ്യപേപ്പർ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആർക്കിമിഡീസ് പ്രിൻസിപ്പളിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കിമിഡീസ് പ്രിൻസിപ്പളിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിച്ചിട്ടുള്ള ഒരു ചോദ്യം വരില്ല. പകരം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ മൂലം പ്രവർത്തിക്കുന്ന പല പല ഉപകരണങ്ങൾ തന്ന്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന നിത്യജീവിതത്തിലെ സാഹചര്യങ്ങൾ തന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വരിക. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. സോ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. കറണ്ട് അഫയേഴ്സ് ചോദിക്കും. സയൻസിൽ ഏറ്റവും അടുത്തായിട്ട് വാർത്തയിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ തന്നെ സ്ഥിരം നോബൽ പ്രൈസ് ചോദിക്കുമെന്ന് നമുക്കറിയാം. നോബൽ പ്രൈസ് പണ്ട് ചോദിച്ചിരുന്ന ഒരു രീതിയുണ്ട്. ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിന് 2025 നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദ്യം വരും. നമ്മൾ കാണാതെ പഠിച്ചുപോയ ആളെ തപ്പിയെടുക്കും. അങ്ങനെയുള്ള ചോദ്യം. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല ചോദ്യം വരുന്നത്. 2025 നോബൽ പ്രൈസ് ലഭിച്ച ഈ വ്യക്തികളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏത്? അപ്പോ താഴെ ഇങ്ങനെ ഉണ്ടാവും, ഏതിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്, ആ ഒരു വിഷയത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് എന്നിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആ നോബൽ പ്രൈസ് കിട്ടിയ വാർത്ത വിശദമായിട്ട് വായിച്ചിട്ടുള്ള ഒരാൾക്കാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അതായത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, കാര്യം മനസ്സിലാക്കി പഠിക്കണം. വളരെ സിമ്പിൾ ആണ് പരിപാടി. കാര്യം മനസ്സിലാക്കി പോകുന്നവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇതുപോലെ ന്യൂസിൽ നിന്ന് വരും. പ്രത്യേകിച്ച് ഈ ശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഇൻഫർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നിരന്തരം പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വാർത്തകളിൽ വരും. ഇതൊക്കെ നമുക്ക് ചോദ്യമായിട്ടും വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഡെപ്ത് ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് മനസ്സിലാക്കി പഠിക്കണം. വേറെ ഒന്നുമില്ല. സയൻസിനെ സംബന്ധിച്ച് ഒരു വഴിയേ ഉള്ളൂ. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒരു നിയമമോ ഒരു തത്വമോ ഒക്കെ കാണാതെ പഠിക്കാതെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് കപ്പൽ മുങ്ങാതെ പൊങ്ങിക്കിടക്കുന്നത്, വലിയ ഭാരമുള്ള കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ആ കപ്പലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം മൂലമാണെന്നും, ബോയന്റ് ഫോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ബോയന്റ് ഫോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഒരു നിയമം, ഒരു പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ അപ്ലിക്കേഷൻസും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് മാത്രമല്ല, സയന്റിഫിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആയി. സയന്റിഫിക്കലി അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പൊ ഇതാണ്, ദിസ് ഈസ് ദ പാരഡൈം ഷിഫ്റ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ സയൻസ് സബ്ജക്ട്സ്. എന്ത്, ഏത് എന്ന് ചോദിച്ചെടുത്ത് നിന്ന് എന്തുകൊണ്ട്, എന്തിനാൽ എന്നുള്ള തരത്തിലേക്ക് ചോദ്യങ്ങൾ മാറി. വാട്ട് ആർ ദ റീസൺസ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മാറി. ഗിവൺ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കുക, ആ രീതിയിലേക്ക് ചോദ്യത്തിന്റെ രീതികൾ മാറി എന്ന് മനസ്സിലാക്കുക. ഇത് ഓരോ സബ്ജക്റ്റിലും, സയൻസിലെ ഓരോ സബ്ജക്റ്റിലും ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത്, എൻ്റെ സ്വന്തം സബ്ജക്ട് ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഫിസിക്സിന്റെ ചില കോർ ടോപ്പിക്സ് ഉണ്ട്, ക്ലാസിക്കൽ ടോപ്പിക്സ് എന്തായാലും പഠിക്കണം. സ്ഥിരം സിലബസിൽ വരുന്ന എന്തൊക്കെയാ? മോഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, അല്ലെ, ഹീറ്റ്, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം. ക്ലാസിക്കൽ ടോപ്പിക്സ് ആണ്. ഫിസിക്സ് എവിടെ പഠിക്കുന്നു അവിടെയൊക്കെ ഇത് മുഴുവൻ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കണം. അതൊന്ന്. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കും. ലൈറ്റ് പഠിക്കുവാണ്. ലൈറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു LGS ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മുമ്പ് വന്നിരുന്ന, ഇന്ന് അതും മാറിയിട്ടുണ്ട്, മുമ്പ് വന്നിരുന്ന ടൈപ്പ് ഓഫ് ചോദ്യമുണ്ട്. മഴവില്ലിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രതിഭാസം ഏത്? അപ്പൊ നമ്മൾ ചോദ്യത്തിൽ നിന്ന് ഒരു ആൻസർ തിരഞ്ഞെടുത്ത് എഴുതും, പ്രകീർണനം എന്ന ആൻസർ ചെയ്യും. ആ രീതി മാറി. ഇപ്പൊ അങ്ങനെയല്ല. മഴവില്ല് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? മഴവില്ല് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചിട്ട് 3, 4, 5 സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരും. വലിയ ഒരു പേജ് മുഴുവൻ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ആ ഒരു 4-5 സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഓരോന്ന് വായിക്കുമ്പോഴും ശരി 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 അല്ലെങ്കിൽ തെറ്റ് തെറ്റ് ഏതൊക്കെയാന്നുള്ളത് മാർക്ക് ചെയ്ത് പോകണം. ഓരോ
സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ശരി തെറ്റ് മാർക്ക് ചെയ്യുമ്പോഴും അതിന്റെ കൂടെ താഴെയുള്ള 4 ഓപ്ഷനിൽ എലിമിനേഷൻ നടത്തി നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ താഴെയുള്ള ഓപ്ഷനിൽ ഈ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്ന ആൻസേഴ്സ് മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ എലിമിനേറ്റ് ചെയ്യണം. അതാണ് ഈ എലിമിനേഷൻ മെത്തേഡ്. ചിലപ്പോൾ നമ്മൾ ഒരു 2 സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേക്കും നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. സംഗതി വളരെ എളുപ്പമാണ് നമ്മൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ പറയുന്ന മഴവില്ലിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പണ്ട് പഠിച്ചിരുന്നത് പോലെ അതിന് കാരണം പ്രകീർണനമാണ് എന്ന് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. എങ്ങനെ ആ പ്രകീർണനം നടക്കുന്നു, ഒരു മഴത്തുള്ളിക്കകത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, മഴവില്ല് വളഞ്ഞു കാണാൻ കാരണം എന്ത്, മഴവില്ല് കാണുമ്പോൾ അത് ഏത് വീക്ഷണകോണിലാണ്, ഏത് ആംഗിൾ ഓഫ് വിഷനിലാണ് നമ്മൾ കാണുന്നത് എന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്, എന്ന് മാത്രമല്ല പ്രൈമറി റെയിൻബോ മാത്രമല്ല സെക്കൻഡറി റെയിൻബോയെ കുറിച്ച് കൂടി പഠിക്കും. മഴവില്ല് കാണുമ്പോൾ ഒരു മഴവില്ലിന് മുകളിൽ റിഫ്ലക്ഷൻ പോലെ വേറൊരു മഴവില്ല് മങ്ങി കാണാറുണ്ട്, തല തിരിഞ്ഞ ഒരു മഴവില്ല്, അതാണ് സെക്കൻഡറി റെയിൻബോ. അങ്ങനെ ഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കും. ഒരു ഉദാഹരണം പറഞ്ഞതാ, മഴവില്ല് ഒരു ഉദാഹരണം പറഞ്ഞതാ. ആ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ശരിയോ തെറ്റോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ ആ കോർ ടോപ്പിക്സിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ സ്പേസ്, അതുപോലെ ന്യൂക്ലിയർ ഏരിയയിൽ നിന്ന്, സ്പേസിൽ നിന്ന് ISROയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരിക. ISROയുടെ ദൗത്യങ്ങൾ. ഇനി അത് തന്നെ ഇന്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും വരും. ISROയെ സംബന്ധിച്ച് നമ്മൾ സയൻസിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ISROയുടെ ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ, ഹിസ്റ്ററി നമ്മൾ പഠിക്കണം, അതിനേക്കാൾ കൂടുതൽ ISROയുടെ ദൗത്യങ്ങൾ, ആദിത്യ L1 പോലെയുള്ള ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തിനാണ് ആദിത്യ L1, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആദിത്യ L1 എന്നിട്ടാണ് സ്റ്റേറ്റ്മെന്റുകൾ തരിക. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഫിനോമിനാസ് ഓഫ് ലൈറ്റ്, ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് അവിടുന്നൊക്കെ ഇപ്പോഴും ചോദ്യം വരും. ക്ലാസിക്കൽ കൺസെപ്റ്റ് എല്ലാം പഠിക്കണം. പക്ഷേ എന്ത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കേണ്ട ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ പോകുന്നവരെ. എന്ത് എന്നല്ല, എങ്ങനെ, വാട്ട് ഈസ് ദ റീസൺ, ആ രീതിയിലാണ് ചോദ്യം വരിക. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്ത് എന്നുള്ളതിൽ ഏത് പ്രതിഭാസം എന്ന് ചോദിക്കുന്നത് പഴയ രീതിയും, ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് പുതിയ രീതിയുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന് നമ്മളത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, കെമിസ്ട്രി അല്ലെ, ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. കെമിസ്ട്രിയിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ബേസ് കൺസെപ്റ്റുകൾ, കോർ കൺസെപ്റ്റുകൾ വിട്ടുകളയരുത്. ആറ്റം എന്താണെന്ന് പഠിച്ച് തന്നെ കെമിസ്ട്രി തുടങ്ങണം. എല്ലാത്തിനും ഒരു ഫ്ലോ ഉണ്ട്. ഫിസിക്സിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പഠിച്ചിട്ട് പിന്നെ മാറ്റർ എന്താന്ന് പഠിച്ച് പിന്നെ മോഷൻ എന്താന്ന് പഠിച്ചൊരു ഓർഡറിൽ വരണം. മോഷൻ, അതിൽ നിന്ന് ഫോഴ്സ്, അതിൽ നിന്ന് വർക്ക് എനർജി, പവർ, അങ്ങനെ ഒരു ഓർഡറിൽ വരണം. അതേപോലെ കെമിസ്ട്രിയിൽ ആറ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് ആറ്റത്തിൽ നിന്ന് മുകളിലേക്ക് മോളിക്യൂള്, പീരിയഡിക് ടേബിൾ, അങ്ങനെ മുകളിലോട്ട് വരണം. ആറ്റം കഴിഞ്ഞ് പീരിയഡിക് ടേബിൾ, പിന്നെ മോളിക്യൂൾ, അങ്ങനെ മുകളിലോട്ട് വരണം. അങ്ങനെ ആ കൃത്യമായ കോർ ടോപ്പിക്സ്, ആസിഡ്സ് ആൻഡ് ബേസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പോലെയുള്ള ഏരിയ ഒക്കെ കൃത്യമായിട്ട്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ആവശ്യമുള്ള കാര്യങ്ങൾ, ഡിഗ്രി ലെവൽ എക്സാമിന് ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് കോർ ടോപ്പിക്സ് ഭദ്രമാക്കണം. അവിടുന്ന് തന്നെ അപ്ലിക്കേഷൻ ലെവൽ, അപ്ലൈഡ് കെമിസ്ട്രി, കെമിക്കൽസ് ഇൻ ഡെയിലി ലൈഫ്, ഡിറ്റർജന്റുകൾ, ഫെർട്ടിലൈസറുകൾ, മെഡിസിൻസ്, ഇതൊക്കെ കെമിസ്ട്രിയുടെ ഭാഗം, സോപ്പ്, അങ്ങനെ അപ്ലൈഡ് കെമിസ്ട്രിയും കൂടെ പഠിച്ചാലേ കംപ്ലീറ്റ് ആവും. ഈ കെമിസ്ട്രിയുടെ കാര്യത്തിലും ചോദ്യം വരുന്ന സമയത്ത് മുൻപ് ചോദിച്ചിരുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് പകരം ഏതെങ്കിലും ഒരു പ്രതിഭാസം, ഒരു കെമിക്കൽ പ്രതിഭാസം, കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞ് താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുക, ശരിയായത് തെറ്റായത്, യോജിക്കുന്നത് യോജിക്കാത്തത് തെരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്നും വരുന്നത്. അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ രീതിയിൽ തന്നെ കെമിസ്ട്രിക്കും തയ്യാറാവുക. ഇപ്പൊ എൻവയൺമെന്റൽ കെമിസ്ട്രിയിൽ നിന്നൊക്കെ ഈ അടുത്ത കാലത്ത് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പൊല്യൂട്ടൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ഈ അടുത്ത് പല ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചു. അതും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏത് എന്നുള്ള ചോദ്യത്തെക്കാൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. ആ രീതിയിലാണ് കെമിസ്ട്രിക്ക് തയ്യാറെടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ലൈഫ് സയൻസ് ഉണ്ടല്ലോ, ലൈഫ് സയൻസ് നല്ല ഹോട്ട് ടോപ്പിക്കാണ്. ബയോളജി, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നാണ് ഇപ്പോൾ പേര്. ബയോളജി എന്ന് പറയുന്നതിനേക്കാൾ ലൈഫ് സയൻസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർ ടോപ്പിക്സ്, മനുഷ്യ ശരീരത്തിലെ വിവിധ സിസ്റ്റംസ് അല്ലെ,
രക്തപര്യന വ്യവസ്ഥയും നാഡീ വ്യവസ്ഥയും ഒക്കെ അടങ്ങുന്ന വിവിധ സിസ്റ്റംസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സ്, സ്ഥിരം ടോപ്പിക്സ് എല്ലാം പഠിക്കണം. പിന്നെ പബ്ലിക് ഹെൽത്തിൽ നിന്നാണ് ഇപ്പൊ കുറച്ചും കൂടെ വെയിറ്റേജ് വരുന്നത് ചോദ്യങ്ങൾ. പബ്ലിക് ഹെൽത്തിൽ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കബിൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നിരവധി ചോദ്യങ്ങൾ ഈ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മനുഷ്യരെ കുറച്ചും കൂടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ ചോദ്യ പേപ്പർ വരുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടാണ് ഈ പബ്ലിക് ഹെൽത്ത് ലൈഫ് സയൻസിൽ നിന്ന് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡയബറ്റീസിന്റെ വിവിധ ഏതൊക്കെ തരം ഡയബറ്റീസ് ആണുള്ളത് അങ്ങനെയൊന്നും മുമ്പ് വിശദമായിട്ട് ചോദിക്കില്ലായിരുന്നു. ഇപ്പൊ വിശദമായിട്ട് ഇതിൽ നിന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ പ്രധാനപ്പെട്ട അസുഖങ്ങൾ, പ്രത്യേകിച്ച് പകരുന്ന പകർച്ചവ്യാധികൾ. ഇപ്പൊ കൊറോണയൊക്കെ ഉണ്ടായ കാലത്ത് കൊറോണയ്ക്ക് ശേഷം വന്ന എല്ലാ PSC പരീക്ഷയിലും കൊറോണയെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, അതേപോലെ അപ്പൊ നമ്മുടെ ചുറ്റും അടുത്ത കാലത്ത്, നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്ത് അതുപോലെ ഏതെങ്കിലും ഡിസീസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ പോസ്റ്റ് കോവിഡ് സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അതിന്റെ വാക്സിനുകൾ, അല്ലെ, ആ വൈറസിന്റെ സ്ട്രക്ചറിൽ ഊന്നി വരെ ചോദ്യങ്ങൾ ആ സമയത്ത് ചോദിച്ചിരുന്നു. ആ രീതിയിൽ വേണം ലൈഫ് സയൻസിന് തയ്യാറെടുക്കാൻ. അപ്പൊ അവിടെയും ഈ പറയുന്നത് പോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ഏത് എന്ന് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നിർത്തി, പകരം ഇതേപോലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പകർച്ചവ്യാധികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രോഗങ്ങളെയും രോഗകാരികളെയും സംബന്ധിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എന്നിട്ട് 4-5 സ്റ്റേറ്റ്മെന്റ് തരും. എന്നിട്ട് ഈ രോഗം വൈറസ് മൂലമാണ്, ഇത് ബാക്ടീരിയ മൂലമാണ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ശരി തെറ്റുകൾ തിരഞ്ഞെടുക്കണം. അതായത് ചോദ്യം വായിക്കുന്ന ആളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, അനലിറ്റിക്കൽ സ്ട്രെങ്ത്, ഇതാണ് അനലൈസ് ചെയ്യുന്നത്. കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, ബൈഹാർട്ട് ചെയ്യാനുള്ള മെമ്മറി പവർ അല്ല പണ്ടത്തെ പോലെ ചെക്ക് ചെയ്യുന്നത്, പകരം അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെയാണ്. ചില ആളുകൾ ഈ ചോദ്യത്തിന്റെ വലിപ്പം കാണുമ്പോൾ 4-5 സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ പേടിക്കും, പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. എന്നാൽ വെറുതെ ഒന്ന് വായിച്ചു വരുമ്പോഴേ ആൻസർ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ആ രീതിയിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് അനലൈസ് ചെയ്ത് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ PSC പുതുതായിട്ട് പരീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് കോറാണ്. ഇതല്ലാതെ സ്പേസ് ടെക്നോളജിയിൽ നിന്ന് വളരെ വിശദമായിട്ട് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ, ചന്ദ്രയാൻ 3, ആദിത്യ L1, PSLV, GSLV, ഏറ്റവും അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത SSLV, എന്താ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, 500 കിലോഗ്രാമിൽ താഴെയുള്ള സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാനുള്ള ടെക്നോളജി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ഈ IT ഒരു പ്രത്യേക മൊഡ്യൂൾ ആയിട്ടുണ്ട്, അല്ലെ, സയൻസിൽ നിന്ന് മാറി തന്നെ പ്രത്യേക മൊഡ്യൂൾ ആയിട്ട് IT ചോദിക്കാറുണ്ട്. IT-യെയും നമ്മൾ കാണുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജിയെയും നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. IT-യിൽ നിന്ന് ചോദ്യം വരുന്ന സമയത്ത് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗം, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെയിറ്റ് ചോദ്യം, കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്നറിയപ്പെടുന്ന ഭാഗം ഏത് എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യം. നോക്കൂ, ഇപ്പൊ അത് വരില്ല. കാരണം എന്താണെന്ന് അറിയാം, ഈ കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്നറിയപ്പെടുന്ന ഭാഗം ഏത്, ഇൻപുട്ട് യൂണിറ്റ് ഏത്, ഔട്ട്പുട്ട് യൂണിറ്റ് ഏത് എന്നൊക്കെ ചോദിച്ചിരുന്ന കാലത്ത് കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ. അന്ന് കമ്പ്യൂട്ടറിനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്നത് 2K കിഡ്സ് ആണെന്ന്, ജെൻസി ആണ് ഇപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്നത്. അവർക്ക് ഈ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും അവർക്ക് പഠിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ജനിക്കുന്നത് മുതൽ കൈ കൊണ്ട് നടക്കുന്നതാണ് ഇതൊക്കെ. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീപ്പ് നോളജ് ഉണ്ട്, ബേസിക്സിനെ കുറിച്ച്. പിന്നെ ചോദ്യം വരുന്നത് എവിടുന്ന, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കമ്പ്യൂട്ടർ രംഗത്തെ, AI രംഗത്തേക്കുള്ള ഇപ്പോൾ ഉള്ള ട്രെൻഡുകളെ വെച്ച് ചോദ്യം വരും. ഒപ്പം IT ആക്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. IT ആക്ടില് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ, അമെൻമെന്റ്സ്, അതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം വരും. അതും ഏതെങ്കിലും ഒരു സെക്ഷൻ ഏത് എന്ന് ചോദിക്കുന്നത്, ഡിഗ്രി ലെവൽ എക്സാമിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സെക്ഷൻ ഏത് എന്നുള്ള ചോദ്യമൊക്കെ 10th ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഇപ്പോഴും വരാറുണ്ടെങ്കിൽ പോലും ഡിഗ്രി ലെവൽ എക്സാമിന് ഈ സെക്ഷൻ ഏത്, ശിക്ഷ എത്ര, അങ്ങനെ ചോദ്യം വരുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് 4-5 സ്റ്റേറ്റ്മെന്റ് തരും. ഇത് ഈ ആർട്ടിക്കിളിലാണ് പറയുന്നത്, 73A പറയുന്നത്, ഇതിന് ശിക്ഷ 3 വർഷമാണ്, പിഴ ഇത്രയാണ്, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാൻ പറയും. അപ്പൊ നമ്മൾ ആക്ട് മുഴുവൻ പഠിക്കണം. ഭരണഘടന കുത്തിയിരുന്ന് പഠിക്കുന്നത് പോലെ IT ആക്ട് മുഴുവൻ പഠിക്കണം. പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്, ഇപ്പൊ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയയാണ് എനർജി, ഊർജ രംഗവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അതിൽ റിന്യൂവബിൾ റിസോഴ്സസിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. ഫിസിക്സ് ചോദിച്ചില്ലെങ്കിൽ ജോഗ്രഫിയിൽ ചോദിക്കും. ജോഗ്രഫിയുടെയും കൂടെയാണ് ഈ റിന്യൂവബിൾ റിസോഴ്സസ്. കാരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന
ഊർജ നിർമ്മാണ മാർഗങ്ങൾ അല്ലെങ്കിൽ പവർ പ്ലാന്റുകളൊക്കെ ജോഗ്രഫിയുടെ കണ്ടന്റിനകത്തും വരും. അങ്ങനെ ജോഗ്രഫി ഫിസിക്സ് എന്നൊന്നും വേർതിരിവില്ല, നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുവാണ് നമ്മൾ. അപ്പൊ അതിനകത്ത് ജോഗ്രഫിയിലും ഫിസിക്സ് ചോദിക്കും, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനോടും കണക്റ്റഡ് ആണ്. അപ്പൊ ഈ പറയുന്ന റിന്യൂവബിൾ റിസോഴ്സസിൽ അല്ലെ ഒഴുകുന്ന സോളാർ പ്ലാന്റ് വന്നത് എവിടെയാണ്? കേരളത്തിൽ ഇതുപോലെ ഒഴുകുന്ന സോളാർ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് തടാകത്തിലാണ്? ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ അത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിൻഡ് മില്ലിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ഊർജ്ജ ഉപഭോഗം ഏറ്റവും കൂടുതൽ ഏത് തരം ഫ്യൂവലിൽ നിന്നാണ് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ. കൽക്കരിയാണ് ഇന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് എത്ര ഡീപ്പ് നോളജ് ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ എനർജി പോളിസീസ്, ഗവൺമെന്റിന്റെ IT പോളിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് ഏറ്റവും പുതിയ രീതി. അതുപോലെ തന്നെ ഇപ്പൊ നിരന്തരം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് പരിസ്ഥിതി, എൻവയൺമെന്റ് ആൻഡ് എക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട്. ഇത് പൊല്യൂഷൻ, നിരന്തരം പൊല്യൂഷൻ ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിൽ നടപ്പിലാക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡ്, എയർ പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡുകൾ പത്രങ്ങളിൽ വരുന്നു. അത് ചോദ്യമായിട്ട് PSC പേപ്പറിൽ വരും. ഇന്ത്യയിലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള ഗ്യാസസ് ഏത് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിന്നു. ഇപ്പൊ ഗ്ലോബൽ വാർമിങ്ങിനെതിരെ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നടത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നിയമങ്ങൾ എന്തൊക്കെയാണ്, പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ ഹോട്ട്സ്പോട്ട്സ്, ഡയറക്റ്റ് ആയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് നിന്നിട്ട് ഈ ഹോട്ട്സ്പോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുവാണ്. ആ രീതിയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ട്രെൻഡുകൾ അനുസരിച്ച് പുതുതായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. അപ്പൊ ആ ചോദ്യങ്ങളെ നേരിടാനായിട്ടാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അപ്പൊ ഇത് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നടക്കുന്ന ഗ്ലോബൽ സമ്മിറ്റുകൾ, ഉച്ചകോടികൾ, ഓരോ ഉച്ചകോടിയിലും പല രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ നടത്തുന്ന ഉച്ചകോടിയിലും എൻവയൺമെന്റിനെ സംബന്ധിച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നത്. ഇതിനെയൊക്കെ നമുക്കൊരു ബ്രോഡ് സെൻസിൽ സയൻസിന് അണ്ടറിൽ കാണാം. അപ്പൊ പണ്ടത്തെ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ സ്ഥിരം കുറെ ടോപ്പിക് പോയി പഠിക്കുന്നതിനേക്കാൾ കുറേയും കൂടെ ബ്രോഡായിട്ട് പഠിച്ചാൽ സയൻസിൽ നിന്നും സ്കോർ ചെയ്യാം, ജോഗ്രഫിയിൽ നിന്നും സ്കോർ ചെയ്യാം, മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ഉദാഹരണത്തിന് ഒരു ചോദ്യം കാണിക്കുക. പുതിയ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സിനെ സംബന്ധിച്ച് തന്നിരിക്കുന്നതിൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു ചോദ്യ പേപ്പർ രീതിയുണ്ട്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഓർബിറ്റ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 36,000 കിലോമീറ്റർ. പോളാർ സാറ്റലൈറ്റ്സ് ആർ പ്രൈമറിലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസസ് എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ ഇപ്പോഴേ നമ്മൾ പറയാം, ഈ ചോദ്യം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഒരു 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. പോളാർ സാറ്റലൈറ്റിനെ കുറിച്ച് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം കമ്മ്യൂണിക്കേഷന് വേണ്ടിയല്ല പോളാർ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് വെതർ റിപ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദേ ആർ പ്രൈമറിലി യൂസ്ഡ് ഫോർ എർത്ത് ഒബ്സർവേഷൻ, വെതർ റിപ്പോർട്ടിംഗ് എക്സെട്ര, റിമോട്ട് സെൻസിങ്, ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത്തരത്തിൽ ഇതിപ്പോ ഒരു 2 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഈ 2 സ്റ്റേറ്റ്മെന്റിന് പകരം 3ഓ 4ഓ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരി തെറ്റ് കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും നമ്മൾ ഓപ്ഷൻസിൽ നോക്കണം. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ നേരെ ഓപ്ഷൻസിൽ പോയി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് ശരിയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഇത് രണ്ടുമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്നത്. അതല്ലാത്തതൊക്കെ നമ്മൾ അങ്ങ് വെട്ടിക്കളയും. 2 ഓൺലി, നെയ്തർ 1 or 2 എന്ന് പറയുന്നത് നമ്മൾ അങ്ങ് വെട്ടിക്കളയും. ഇതിനെയാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോഴേ നമ്മൾ 50-50 എലിമിനേറ്റ് ചെയ്തു. ആലോചിച്ച് നോക്കി. ചെറിയൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ പറയുന്നത് ഇതുപോലെ 4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 1-2 സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേ നമ്മൾ 50-50 എലിമിനേറ്റ് ചെയ്യും. ഇനി നമുക്ക് 2 സാധ്യതയേ ഉള്ളൂ. എ 1 ഓൺലി അല്ലെങ്കിൽ സി ബോത്ത് 1 and 2 എന്ന് പറയുന്ന 2 സാധ്യതയേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അത് തെറ്റാന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സി അങ്ങ് വെട്ടിപ്പോവും. കാരണം 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്ന സി അങ്ങ് വെട്ടിപ്പോവും.
എ ഓൺലി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എലിമിനേഷൻ മെത്തേഡ് അവതരിപ്പിച്ചതാണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻ വെച്ച് എലിമിനേഷൻ അവതരിപ്പിച്ചതാണ്. ഇത് തന്നെയാണ് 4 or 5 സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ശരിയാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം നിലനിർത്തി ബാക്കി വെട്ടിക്കളയുക. തെറ്റാണെന്ന് കണ്ടുപിടിച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ മാത്രം നിലനിർത്തി ബാക്കി വെട്ടിക്കളയുക. ഈ രീതിയിലുള്ള അനലൈസിങ് സ്ട്രെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 100% കൺസെപ്ച്വൽ ക്ലാരിറ്റി, കൺസെപ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ്. സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഓരോ തരം സാറ്റലൈറ്റുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിലാണ് ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റും നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകണം. ഒരു ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഫിസിക്സിന്റെ ഒരു ഹോട്ട് ടോപ്പിക്കാ. സർഫസ് ടെൻഷനിൽ നിന്ന് ചോദ്യം വരും. അപ്പൊ ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന പ്രത്യേക ബലമാണ് സർഫസ് ടെൻഷൻ എന്ന് എല്ലാവരും പഠിക്കും. അങ്ങനെ പഠിക്കാതെ അത് പഠിക്കണം. അത് പഠിച്ച ശേഷം സർഫസ് ടെൻഷനും കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അത് വെറുതെ ഡിഫൈൻ ചെയ്താൽ പോരാ. അപ്പോഴാണ് നമ്മൾ മഴത്തുള്ളിയുടെ ഷേപ്പ് ഉണ്ടാവാനുള്ള കാരണം സർഫസ് ടെൻഷനാണ്. ഉരുണ്ട ഷേപ്പിൽ വരാൻ കാരണം സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഉരുണ്ട ഷേപ്പിൽ വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത്. അവിടെ നിന്നാണ് ചോദ്യം വരിക. ഡോപ്ലർ എഫക്ട് പഠിക്കുമ്പോൾ വസ്തുക്കളുടെ ആപേക്ഷിക അകലം മൂലം, റിലേറ്റീവ് പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൂലം ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഡോപ്ലർ എഫക്ട് എന്ന് പഠിച്ചിട്ട് പോകും. അത് പോരാ. ആ ഡോപ്ലർ എഫക്ട് സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് ആംബുലൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ശബ്ദം ഉയർന്ന തീവ്രതയിൽ കേൾക്കുന്നു എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് കണ്ടുപിടിക്കാൻ പ്രോബ്ലം ചെയ്ത് അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിസം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിസം പണ്ട് പഠിക്കുമ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽ ഏത്, മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത് ഏത്, ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഏത് എന്നിങ്ങനെ കാണാതെ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇലക്ട്രോ മാഗ്നറ്റിസം വെച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററുകള്, ഇലക്ട്രിക് ബെല്ലുകള്, സ്പീക്കർ, മൈക്രോഫോണ്, ട്രാൻസ്ഫോമർ ഇതൊക്കെ അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഡിഗ്രി ലെവൽ PSCയുടെ സയൻസ് പഠനം പൂർണ്ണമാവുന്നത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകും, ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. നമ്മുടെ ക്ലാസ്സുകളിൽ അത് സാധാരണ ചെയ്യാറുള്ളതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സർഫസ് ടെൻഷൻ. ഞാനിപ്പോ പറഞ്ഞ പോലെ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. സ്മോൾ റെയിൻ ഡ്രോപ്സ് ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, നമുക്കറിയാം. ദ സർഫസ് ടെൻഷൻ, അങ്ങനെ ശരിയാന്ന് പറയുമ്പോഴേ ഒന്ന് ശരിയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ബാക്കിയുള്ളത് വെട്ടിക്കളയുക. ഒന്ന് ശരിയാണെന്ന് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ് അവിടെയുണ്ട്. ദ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ജനറലി ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ശരിയാണോ തെറ്റാണോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുന്ന സമയത്ത് സർഫസ് ടെൻഷൻ കുറയുകയാണ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്യുക. എന്തുകൊണ്ടാണ്? ചൂട് കൂടുന്ന സമയത്ത് കണികകൾ തമ്മിൽ അകന്നു പോകും. അപ്പൊ അവർ തമ്മിലുള്ള അട്രാക്ഷണൽ ഫോഴ്സ് കുറയും. അപ്പൊ സർഫസ് ടെൻഷൻ കുറയും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് ആണ് നമ്മൾ പഠിക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമ്മൾ സി അങ്ങ് വെട്ടിക്കളയും. വൺ ഓൺലി ഒന്നാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന ആൻസറിലേക്ക് നമ്മൾ വരും. സർഫസ് ടെൻഷൻ. ഇതുപോലെയുള്ള ചെറിയ പ്രാണികൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കാരണം വെള്ളത്തിന്റെ മുകളിലുള്ള ഒരു ലെയർ ഒരു പാട പോലെ വലിഞ്ഞു മുറുകി നിൽക്കുന്നതാണ്. ആ വലിഞ്ഞു മുറുകി നിൽക്കുന്നതാണ് സർഫസ് ടെൻഷൻ എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്കുക. സ്പേസ് ടെക്നോളജിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കറന്റ് അഫയർ ക്വസ്റ്റ്യൻ ആണ്, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അണ്ടറിൽ വരുന്നതാണ്. റിഗാർഡിംഗ് ചന്ദ്രയാൻ 3 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ മിഷൻസ് ലാൻഡർ ഈസ് നെയ്മഡ് വിക്രം ആൻഡ് ദ റോവർ ഈസ് നെയ്മഡ് പ്രഗ്യാൻ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ശരിയാണോ തെറ്റാണോ ആലോചിച്ചിട്ട് പറയൂ. ശരിയല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലാൻഡർ വിക്രവും റോവർ പ്രഗ്യാനുമാണ്. വിക്രമാണ് ലാൻഡ് ചെയ്യുന്നത്. വിക്രത്തിൽ നിന്ന് റോവർ പുറത്തിറങ്ങിയാണ് അവിടെ ചുറ്റിക്കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നത്. അപ്പൊ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് യൂസിങ് LMV-3 M4 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വെച്ചാണ് ഇത് ലോഞ്ച് ചെയ്തത്. റോക്കറ്റിന്റെ പേര്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, രണ്ടും ശരിയാണ്. അപ്പൊ ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ചന്ദ്രയാൻ ലാൻഡ് ചെയ്തത് ഈ മാർക്ക് 3 LMV മാർക്ക് 3 GSLV മാർക്ക് 3 എന്നായിരുന്നു പേര്. LVM മാർക്ക് 3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3ക്ക് ഒരു ചെല്ലപ്പേരിട്ടിട്ടുണ്ട്. എന്താ? ബാഹുബലി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ അല്ലെ, പത്രങ്ങളിലൊക്കെ വന്നതാണ് ബാഹുബലി എന്ന് പേര് വരാൻ കാര്യം അതിന്റെ ഹെവി ലോഞ്ച് കപ്പാസിറ്റിയാണ്, ഹെവി ലിഫ്റ്റിംഗ് കപ്പാസിറ്റി വെച്ചാണ്. ചോദ്യത്തിന്റെ രീതി മനസ്സിലാവുന്നുണ്ടോ?
നമ്മൾ വെറുതെ പഠിച്ചാൽ പോരാ. ചന്ദ്രയാൻ 3 എന്ന് ലാൻഡ് ചെയ്തു എന്നൊന്നും വെറുതെ കാണാതെ പഠിച്ചാൽ പോരാ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടാവണം. ആ LMV ആ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് മുഴുവൻ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ആ രീതിയിലാണ്, അങ്ങനെ വിശദമായ രീതിയിലാണ് ഡിഗ്രി ലെവൽ സെഷൻസ് എൻട്രിയിൽ നമ്മൾ എടുക്കുന്നത്. ഒരിടത്തു നിന്നും മാർക്ക് ചോർന്നു പോവാതെ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഡിഗ്രി ലെവൽ സെഷൻസിന് ഈ പറയുന്ന ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ എടുക്കാറ്. കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യം നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹാർഡ് വാട്ടർ ഈസ് കറക്റ്റ്? നോക്കൂ, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഹാർഡ് വാട്ടറിനെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏത്? ടെമ്പററി ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ടെമ്പററി ഹാർഡ്നെസിനെ കുറിച്ചാണ്. താൽക്കാലികമായിട്ടുള്ള കാഠിന്യം ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണോ? അല്ല, അത് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. നമുക്കറിയാം ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് ബൈകാർബണേറ്റ്സ് ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. പെർമനന്റ് ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് സിംപ്ലി ബൈ ബോയിലിംഗ്. ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ഹാർഡ്നെസ് നഷ്ടപ്പെടുമോ? ഇല്ല. ടെമ്പററി ഹാർഡ്നെസ് ആണ് തിളപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അതാണ് ശരി. ബൈകാർബണേറ്റ്സ് മൂലം ഉണ്ടാവുന്നതാണ് ടെമ്പററി ഹാർഡ്നെസ്. ഹാർഡ് വാട്ടർ ലേതേഴ്സ് ഈസിലി വിത്ത് സോപ്പ്. തെറ്റ്. ഹാർഡ് വാട്ടറിന്റെ ഡെഫിനിഷൻ തന്നെ എന്താ പഠിക്കുന്നത്? ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് സോപ്പ് പതക്കില്ല, സോപ്പുമായിട്ട് പതയില്ല, അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിൽ സോപ്പ് പതയില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ ശരിയുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് ശരിയുള്ളൂ. അപ്പൊ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഒരു സ്ഥിരം ടോപ്പിക്കാണ് കെമിസ്ട്രിയിലെ. അപ്പൊ അത് വിശദമായിട്ട് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് ആര്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് ആര്, ടെമ്പററി ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യാം, പെർമനന്റ് ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യാം, മെത്തേഡുകളൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ആൻസർ ഈ സി തന്നിരിക്കുന്നതിൽ ആൻസർ സി ആണ്. ടെമ്പററി ഹാർഡ്നെസ് എന്താണ്, പെർമനന്റ് ഹാർഡ്നെസ് എന്താണെന്നൊക്കെ വിശദമായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഒരു ചോദ്യം ബയോളജിയിൽ നിന്ന് നോക്കാം നമുക്ക്. ബയോളജിയിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ട്രെൻഡിലുള്ള ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഫോട്ടോസിന്തസിസ് കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെന്റ്സ്. ഫോട്ടോസിന്തസിസ്. The light reaction takes place in the grana of the chloroplast. The dark reaction or Calvin cycle occurs in the stroma and requires no light directly. രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഫോട്ടോസിന്തസിസ് പണ്ടൊക്കെ എന്താണ് ഫോട്ടോസിന്തസിസ്, അതിന്റെ ഒറ്റ റിയാക്ഷൻ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഫോട്ടോസിന്തസിന്റെ വിവിധ ഘട്ടങ്ങൾ, അതിലെ ലൈറ്റ് റിയാക്ഷൻ ഏതാണ്, ഡാർക്ക് റിയാക്ഷൻ ഏതാണ്, ഇത് ഇലയിൽ എവിടെയാണ് നടക്കുന്നത്, ഇലയ്ക്കകത്ത് ക്ലോറോപ്ലാസ്റ്റിൽ എവിടെയാണ് നടക്കുന്നത് എന്ന് പഠിക്കണം. ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ശരിയാണ്. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്, വിച്ച് റിക്വേഴ്സ് നോ ലൈറ്റ്, അതിന് പ്രകാശം ആവശ്യമില്ല, അതുകൊണ്ടാണ് അതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതും ശരിയാണ്. ആൻഡ് ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. രണ്ടും ശരിയാണ്. ലൈറ്റ് റിയാക്ഷൻ നടന്നിട്ട് ATP ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിന്റെ ഭാഗമാണ് ഗ്രാനയിൽ വെച്ച് നടക്കുന്നത്. തൈലക്കോയിഡ് എന്നാണ് ഗ്രാന അറിയപ്പെടുന്നത്. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ലൈറ്റ്. അതിന് ഡാർക്ക് റിയാക്ഷൻ എന്നുള്ള പേര് തന്നെ അതിനെ ലൈറ്റ് നേരിട്ട് ആവശ്യമില്ല. ഈ ലൈറ്റ് റിയാക്ഷൻ നടന്നുണ്ടാവുന്ന പ്രൊഡക്ട്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന അവസാനത്തെ സ്റ്റെപ്പ് നടക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണ്. സ്ട്രോമയിലാണ് നടക്കുന്നത്, ഫ്ലൂയിഡ് മെട്രിക്സിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ചോദ്യ പേപ്പറിന്റെ ഒരു രീതി. നമ്മൾ ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. അത് നമ്മുടെ കോഴ്സിനകത്ത് വിശദമായിട്ട് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ, ഫോട്ടോസിന്തസിസ് ഒക്കെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിസിക്സിൽ നിന്നൊരു ചോദ്യം നോക്കാം. ഫിസിക്സിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റർ, ഓംസ് ലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പഠിക്കും. ചോദ്യം വന്നിരിക്കുന്നത് അപ്ലിക്കേഷൻ ലെവലിൽ ഇലക്ട്രിക് ഫ്യൂസുമായി ബന്ധപ്പെട്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ആൻ ഇലക്ട്രിക് ഫ്യൂസ് എന്ന് ചോദ്യം. ഇറ്റ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ അപ്ലയൻസസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫ്യൂസിനെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മളൊക്കെ, ഞാനാണെങ്കിൽ ഫ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആള്, ഫിസിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിഗ്രി ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എനിക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, വരച്ച് സർക്യൂട്ട് വരച്ച് ഫ്യൂസ് എവിടെ കണക്ട് ചെയ്യുന്നു നമ്മൾ കാണിക്കും. സർക്യൂട്ട് വരച്ചെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കറണ്ട് വരുന്നത് തൊട്ട്, സർവീസ് ലൈനിൽ കറണ്ട് വരുന്നത് തൊട്ട് വീട്ടിലെ ഓരോ റൂമിലേക്കും കറണ്ട് കയറി പോകുമ്പോൾ എങ്ങനെയാണ് ആ സർക്യൂട്ട് പോകുന്നത്, അതിൽ എവിടെയാണ് സ്വിച്ച് പിടിപ്പിക്കുന്നത്, എവിടെയാണ് ഡിവൈസ് കണക്ട് ചെയ്യുന്നത്, എവിടെയാണ് മെയിൻ സ്വിച്ച്, എവിടെയാണ് നമ്മുടെ മീറ്റർ ഉണ്ടല്ലോ, മീറ്റർ പിടിപ്പിക്കുന്നത് എന്നൊക്കെ, ഫ്യൂസ് എങ്ങനെയാ പിടിപ്പിക്കുന്നത് എന്നൊക്കെ വരച്ച് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അത് കാണുന്നവർ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറയുന്നത് പാരലൽ അല്ല, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരു വയർ ഇങ്ങനെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഫേസ് ലൈൻ വരുന്ന സമയത്ത് ആ ഫേസ് ലൈനിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ഫ്യൂസ്.
എങ്കിലേ നമുക്ക് ആ ഫേസ് ലൈൻ ഫ്യൂസ് ഊരുന്ന സമയത്ത് ഫേസ് ലൈൻ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലേ ഫേസ് ലൈൻ ഡിസ്കണക്ട് ചെയ്താലേ ഫ്യൂസിന്റെ ഉപയോഗം എന്താ? ഒന്ന് ആ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് അപ്പുറത്തോട്ട് പോകരുത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽസ് വിത്ത് എ ലോ മെൽറ്റിംഗ് പോയിന്റ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോപ്പറിനേക്കാൾ താഴെ മെൽറ്റിംഗ് പോയിന്റ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിനകത്തെ വയറിൽ കോപ്പർ ഉണ്ടാവും. കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം വയറുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ കോപ്പറും അലുമിനിയത്തെക്കാൾ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം ഫ്യൂസ് വയറിന്. കാരണം ഫ്യൂസ് വയർ ആദ്യം ഉരുകിപ്പോണം. ഓവർ കറണ്ട് വന്നാൽ വീട്ടിനകത്തുള്ള വയറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോ ഓവർ കറണ്ട് വരുന്ന സമയത്ത് ചൂടാവുമ്പോൾ ഫ്യൂസ് വയർ ആദ്യം ഉരുകി പോകണം. അതുകൊണ്ട് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് വരേണ്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. 2 ഓൺലി എന്ന് പറഞ്ഞ് നമ്മൾ ആൻസർ എടുത്തു. 2 ഓൺലി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ലെവലിലാണ് ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്. എന്തിനാണ് ഫ്യൂസ് എന്ന് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ, ടിന്നും ലെഡും ഉപയോഗിച്ചിട്ട് ഫ്യൂസ് കെട്ടുന്നു എന്നൊക്കെ പഠിക്കും. അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ടിന്നും ലെഡും അങ്ങനെ പഠിക്കും. ഐഡിയ മനസ്സിലായോ? ഈ രീതിയിലാണ് ചോദ്യ പേപ്പറുകളെ സമീപിക്കേണ്ടത്. എവിടെ നിന്ന് പഠിക്കണം? എൻട്രിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സ്കീം ഓഫ് സ്റ്റഡി, അത് ഏത് കോഴ്സിലാവട്ടെ, ഡിഗ്രി ലെവലിലൊക്കെ പ്രത്യേകിച്ച്, ആദ്യം നമ്മൾ ബേസ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി SCERT ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്ത് ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യും. 8, 9, 10 ക്ലാസ്സുകളിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം വരാറുണ്ട്. ഈ സയൻസിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളെ SCERT കേരള സിലബസ് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളർഫുൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കുകളെയാണ് നിങ്ങൾ ബൈബിൾ ആയിട്ട് കാണേണ്ടത്. ബൈബിൾ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അടിത്തറയായിട്ട് കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫണ്ടമെന്റൽ സ്റ്റഡി മെറ്റീരിയൽ 8, 9, 10. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് ഇനി തപ്പി പിടിച്ചെടുത്ത് അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എടുത്തിട്ട് വായിച്ച് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എൻട്രിയിൽ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പാഠങ്ങൾ, അത് കഴിഞ്ഞ് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് NCERTയിലെ ചില ചാപ്റ്ററുകൾ, കാരണം ഡിഗ്രി ലെവലിലെ NCERTയിലെ എല്ലാ ചാപ്റ്ററും ഒന്നും വേണ്ട. എന്നാൽ 8, 9, 10 ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തുള്ള ചില ചാപ്റ്ററുകൾ NCERT ടെക്സ്റ്റ് ബുക്ക് +1, +2 നമുക്ക് പഠിക്കണം. അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുള്ള ടോപ്പിക് എല്ലാം വേണ്ടാന്ന് നമ്മൾ പറയുമ്പോൾ ഏതൊക്കെ വേണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമ്മുടെ കോഴ്സിനകത്ത് കൃത്യമായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അത് അത്രയും പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം സെറ്റ് ആവും. പിന്നെ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ന്യൂസ് പേപ്പറുകളിൽ വരുന്നതനുസരിച്ച് ഇപ്പൊ ഹിന്ദു, മലയാള മനോരമ, മാതൃഭൂമി ന്യൂസ് പേപ്പറുകളിലൊക്കെ കൃത്യമായിട്ട് ന്യൂസുകൾ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ന്യൂസുകൾ വരാറുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുള്ള ക്ലാസ്സുകൾ അതും എൻട്രിക്കകത്തുണ്ട്. അപ്പൊ ചിലരുടെ ചോദ്യം, അപ്പൊ റാങ്ക് ഫയൽ പഠിക്കണ്ടേ? ഇത് മാത്രം മതിയോ? ഈ ക്ലാസ്സുകൾ അതിന്റെ നോട്ട്സ്, കറന്റ് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ? റാങ്ക് ഫയലുകൾ പഠിക്കണ്ടേ? കൃത്യമായിട്ട് പറയട്ടെ, പല പരീക്ഷകൾ എഴുതിയ എക്സ്പീരിയൻസിൽ നിന്നും പല പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ നിരന്തരം അനലൈസ് ചെയ്തുള്ള പരിചയത്തിൽ നിന്നും കൃത്യമായിട്ട് പറയട്ടെ, നമ്മൾ റാങ്ക് ഫയലുകൾ ഒരു റെഫറൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. റിവിഷന് വേണ്ടി മാത്രം, പഠിക്കാൻ ഉപയോഗിക്കരുത്. റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. അതിനകത്ത് പിന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, PYQs ഒക്കെ ഉള്ള റാങ്ക് ഫയൽസ് ആണെങ്കിൽ അത് ആ PYQ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. മിക്കവാറും ഇന്ന് ഇറങ്ങുന്ന എല്ലാ റാങ്ക് ഫയലിന്റെയും കൂടെ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും കുറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും PYQs ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുക. റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ കാര്യം, അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നാണ്. കാരണം അതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. ആ റാങ്ക് ഫയൽ വാങ്ങി നിങ്ങൾ പരീക്ഷയോട് അടുക്കുമ്പോഴേക്കും അതിന്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ടാവും. ചോദ്യ പേപ്പർ രീതി ചിലപ്പോൾ മാറാം, വിവരങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്ന ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നതിനൊപ്പം ഈ PYQs ആൻസർ ചെയ്യാനൊക്കെ ആയിട്ട് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസിന് വേണ്ടി റാങ്ക് ഫയലുകൾ ഉപയോഗിക്കാം. അല്ലാതെ പ്രൈമറി സ്റ്റഡി മെറ്റീരിയൽ റാങ്ക് ഫയൽ അല്ല. അത് 8, 9, 10, 11, 12 സയൻസ് ടെക്സ്റ്റ് ബുക്കുകളാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്. ഏകദേശം എങ്ങനെ നമ്മുടെ പഠനം മാറ്റണം എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അതേ സ്ട്രാറ്റജിയിലാണ് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും സയൻസിൽ നമ്മൾ എൻട്രിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് ഇതേ സ്ട്രാറ്റജിയിലാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. പഠിച്ച് തുടങ്ങിയാൽ മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫ്ലോയിൽ പഠിച്ചു പോകണം. സയൻസ് ഒക്കെ അങ്ങനെ ഈസി ആയിട്ട് പഠിച്ചു പോവാം. തുടങ്ങിയാൽ ഒരു ഫ്ലോയിൽ പഠിച്ചു പോവാം. എന്ത് മനസ്സിലായി നമുക്ക്? പുതിയ ട്രെൻഡ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ദ ട്രെൻഡ് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം നോയിങ് ടു അണ്ടർസ്റ്റാൻഡിങ്.
അറിയുക എന്നതിൽ നിന്ന് മനസ്സിലാക്കുക എന്നതിലേക്ക് ട്രെൻഡ് മാറിയിട്ടുണ്ട്. അറിഞ്ഞാൽ പോരാ, മനസ്സിലാക്കി പഠിക്കണം. എന്താണ് ഏതാണ് എന്നുള്ള അറിവല്ല ചെക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എത്രത്തോളം അറിയാം, എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ അലൈൻ യുവർ പ്രിപ്പറേഷൻ വിത്ത് ദ ന്യൂ സിലബസ് ആൻഡ് പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റെഗുലർലി. പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റെഗുലർലി. നമ്മളുണ്ടാവും കൂടെ, എൻട്രി ഉണ്ടാവും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്.